ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. എളുപ്പത്തിലും കൊതിയൂറുന്ന രുചിയിലുമുള്ള ഒരു സ്നാക്കാണ്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഈ റവയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിനു വേണ്ട മധുരത്തിന് ഞാൻ 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരയും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സ്നാക്സിന് വേണ്ടി ഞാൻ ചെറിയ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. വലിയ ഏത്തപ്പഴമാണ് 2 എണ്ണം എടുത്താൽ മതി. ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് 1 കപ്പ് അവലും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ശർക്കര പാനിയും നല്ലതുപോലെ ഉരുകിയെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഈ പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് ചുരണ്ടിയ തേങ്ങായും 1 കപ്പ് എടുത്തു വച്ചിരുന്ന അവലും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റാം. നമുക്ക് ഈ അവലൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഒഴിക്കരുത്. അവലും ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. കൂടുതലായി പോകരുത്. ആ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയ്ക്കകത്തൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്, അതാണ് ഇച്ചിരി കട്ട കിട്ടിയത്. ഇളക്കുമ്പോൾ ശരിയായിക്കോളും. നല്ലപോലെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത്തയ്ക്കായൊന്നും ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കരുത്. ഈ പരുവമാണ് വേണ്ടത്. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് റവയൊന്ന് നോക്കാം. നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർക്കണം, എന്നാലേ നമുക്കതൊരു മാവ് പോലെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ടു. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഈ അടിച്ചെടുത്ത റവ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. ഇതിൽ കൂടുകയോ കുറയോ ചെയ്യരുത്. നല്ല ദോശയുടെയൊക്കെ ബാറ്റർ പോലെ ഇരിക്കണം. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂട്ടൊന്ന് നോക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടി ഉരുളകളായിട്ടെടുക്കാം. ഇതുപോലുള്ള ഉരുളകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ആ ഏത്തപ്പഴത്തിൻ്റെയും അവലിൻ്റെയും മിക്സ്ചർ നമ്മളൊരു 14 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ റവയുടെ ബാറ്ററിൽ മുക്കി നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. ഞാനൊരു ചെറിയ പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ
നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് മാവിനകത്ത് മുക്കി മാവിനകത്ത് മുക്കി നമുക്ക് ആ ഏത്തക്കയുടെ കൂട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. മാവ് ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ബോൾ എടുത്ത് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അതിൻ്റെ ആ ഏത്തക്കയുടെ കൂട്ടൊക്കെ നല്ല രുചിയാണ്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ നമ്മൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇത്രയുമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.